السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാനായി നമ്മളെ ഒത്തുചേർന്നതിനെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ എന്നത് സ്വർഗം ആഗ്രഹിക്കുന്ന ഏതൊരാളും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് പഠിക്കണമെന്നുള്ള മനസ്സും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായ ഖുർആൻ പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനും സമയം കണ്ടെത്താതിരിക്കുക എന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു അൽ ഫുർഖാനിൻ്റെ 30-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് വഖാല റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ റബ്ബേ, ഈ ജനവിഭാഗം ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിനെതിരെ പരലോകത്ത് അള്ളാഹുവിനോട് സംസാരിക്കുമെന്നാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ ഭാവിയെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട, നമ്മുടെ ഭാവിയെക്കുറിച്ചോർത്തുകൊണ്ട് കരഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു ജീവിയെപ്പോലും വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരിൽ ഒരാൾ ഒരു പക്ഷിക്കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പക്ഷിക്കുഞ്ഞിനെ വാങ്ങി സന്തോഷിക്കുന്നതിന് പകരം ആ കുഞ്ഞിൻ്റെ അമ്മ തള്ളപ്പക്ഷി ദുഃഖിക്കുന്നതോർത്ത് ആ കുഞ്ഞിനെ പെട്ടെന്ന് അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടി അനുചരനോട് കൽപ്പിച്ച് കാരുണ്യത്തിൻ്റെ കൃത്യമായ ഉദാത്തമായ മാതൃക കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷത്തോളം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും എന്തേ അനസേ നീ ഇങ്ങനെ ചെയ്തത് എന്നൊരു ആക്ഷേപത്തിൻ്റെ സംസാരം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. സ്വഹാബത്തിനൊക്കെ ഇതേ അനുഭവമാണ് ഉള്ളത്. എത്രയേറെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകൾക്കെതിരെ അള്ളാഹുവിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എത്ര മോശക്കാരായിരിക്കും. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഈ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചവരാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ അവഗണിച്ചവർക്കെതിരെ അവിടുന്ന് സംസാരിക്കുമെന്നാണ്. എങ്കിൽ എന്താണ് ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ? മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലുണ്ട്. ഒന്ന്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് പറയൽ ഖുർആനിനെ അവഗണിക്കലാണ്. അങ്ങനെ പറഞ്ഞ വാദിച്ച എത്രയോ ആളുകളുണ്ട്. രണ്ടാമതായി
ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണെന്ന് സമ്മതിക്കുന്നുണ്ടാകും. പക്ഷേ ആ ഖുർആനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാവാതിരിക്കുക എന്നത് ഖുർആനിനെ അവഗണിക്കലാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത് ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താതിരിക്കൽ ഖുർആനിനെ അവഗണിക്കലാണ്. നാലാമതായിട്ട് പറഞ്ഞു ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്താതിരിക്കൽ ഖുർആനിനെ അവഗണിക്കലാണ്. ഇങ്ങനെ ഖുർആനിനെ അവഗണിക്കലിൻ്റെ വ്യത്യസ്തങ്ങളായ ശൈലി, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കലും ഖുർആൻ പഠിക്കാതിരിക്കലും അതിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കലും അത് ദൈവികമല്ല എന്ന് വാദിക്കലും ഒക്കെ ഖുർആനിനെ അവഗണിക്കലാണ്. നമ്മൾ ഭയപ്പാടോടുകൂടെ കാണണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ഖുർആനിനെ അവഗണിക്കുന്നവരായി മാറി. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണോ അല്ലേ? നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതോടൊപ്പം രണ്ടാമതായി പറഞ്ഞ ഖുർആനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന കാര്യം, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പുലർത്താൻ പറ്റുന്നുണ്ട് നമ്മൾ പരിശോധിക്കണം. അതേപോലെ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്, എത്ര ആളുകളുണ്ട്? ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താതിരിക്കൽ ഖുർആനിനെ അവഗണിക്കലാണ്. ഖുർആൻ പാരായണത്തിന് വേണ്ടി സമയം കണ്ടെത്താതിരിക്കൽ അതും ഖുർആൻ അവഗണിക്കലാണ്. നമ്മൾ ഈ പറഞ്ഞ ഗണത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നുവെങ്കിൽ നാളെ പരലോകത്ത് എൻ്റെ റബ്ബേ, ഈ ആളുകൾ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് പറഞ്ഞ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ പെട്ടുപോകുമോ എന്നുള്ള ഭയപ്പാട് നമുക്കുണ്ടായിരിക്കണം. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തിനെതിരായെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതുകൊണ്ട് നമ്മളൊരിക്കലും അതിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഖുർആൻ പാരായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഖുർആൻ പഠനമെന്നത് നമുക്ക് അങ്ങേയറ്റം താല്പര്യമുള്ളതും പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുമായ കാര്യം, അതിനോടുള്ള ഒരു താല്പര്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. മാത്രമല്ല ഖുർആനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് നൽകുന്ന നിർദ്ദേശമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയല്ല. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു ഭരിക്കുന്ന അള്ളാഹു, എൻ്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അള്ളാഹു, ഏകാന്തതയിലും ആളുകൾക്കിടയിലും എന്നെ അറിയുന്ന അള്ളാഹു, ഞാൻ എവിടെയാണെങ്കിലും എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സട്ടാവിൻ്റെ സന്ദേശമാണ് ഈ ഖുർആൻ എന്നുള്ള ആ ഒരു ഓർമ്മയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്നു. ഖുർആൻ പഠിക്കാൻ, കൂടുതൽ അറിയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. കൂടുതൽ പാരായണത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. അങ്ങനെ നമ്മൾ ഖുർആനിൻ്റെ ആളുകളായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇനി പഠിക്കാനുള്ളത് 21-ാം അധ്യായത്തിലെ 11-ാമത്തെ ആയത്താണ്. നമുക്ക് ആദ്യം ആ ആയത്തൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. ഖൗമൻ ആഖരീൻ. ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ മനുഷ്യൻ്റെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പൊതുവെ പഠിക്കുന്ന പല കുട്ടികളുടെയും പ്രവണത പരീക്ഷ അടുത്തെത്തുമ്പോഴായിരിക്കും അവർ പഠിക്കുക. അതുവരെ പഠിക്കാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങാ നിൽക്കും.
പരീക്ഷ അടുത്തെത്തുമ്പോഴായിരിക്കും ഇരുന്ന് പഠിക്കുക. അങ്ങനെ ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും പഠിക്കാത്ത ആളുടെ അവസ്ഥ എന്തായിരിക്കും? പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും പഠിക്കാത്ത അവസ്ഥ, പഠിക്കാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കാൻ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞിട്ടും ആ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങാത്ത വ്യക്തി എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഗൗരവം അറിയേണ്ട കാര്യങ്ങളെ കളിയും തമാശയുമായി മാത്രം കേൾക്കുന്ന ആളുകൾ. പ്രവാചകന്മാരെ അള്ളാഹു ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അവരിലൂടെ മുഅ്ജിസത്തുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു. അവർക്ക് സ്വർഗീയ പാത കാണിക്കാൻ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തു. ഇതൊക്കെ റബ്ബ് നൽകിയിട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ കടന്നുപോയിട്ടുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി ഇറക്കിയ ഖുർആനിനെ അത് പേക്കിനാവുകളാണെന്ന് പറഞ്ഞവർ, അത് ഒരു ജ്യോത്സ്യൻ്റെ സംസാരമാണെന്ന് പറഞ്ഞവർ, അതൊരു കവിയുടെ വാചകങ്ങളാണെന്ന് പറഞ്ഞവർ, അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞവർ, ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നതാകട്ടെ ഒരു മനുഷ്യനാണ്. അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ. ഇതെങ്ങാനൊരു മലക്കായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ ഇത് വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ പറഞ്ഞു. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൂടെ മനസ്സിലാക്കി. മാത്രമല്ല കഴിഞ്ഞ ആയത്തിൽ അഥവാ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, അല്ലയോ മുഹമ്മദ് നബിയുടെ സമൂഹമേ, നിങ്ങൾക്കും ഇതാ നാം ഒരു ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്. ഫീഹി ഫഖ്റുക്കും, നിങ്ങൾക്കതിൽ അഭിമാനിക്കുവാനുള്ള വകയുണ്ട്. അഫലാ തഅഖിലൂൻ, എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. വേദഗ്രന്ഥത്തെ അല്ലാഹു ഇറക്കിക്കൊടുത്തു. അഭിമാനത്തോടുകൂടെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന നിയമസംഹിതകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, മാർഗദർശനം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എക്കാലത്തും പ്രസക്തമായി നിൽക്കുന്ന പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇറക്കിത്തന്നു. അത് പഠിപ്പിച്ചു തരാൻ പ്രവാചകനെയും നിയോഗിച്ചു. അതൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് പ്രൗഢമായി ജീവിക്കുന്നതിന് പകരം പരാജയത്തിലേക്ക് പതിക്കുകയാണല്ലോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തേ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത്, എന്തേ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞിട്ടാണ് 10-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ജീവിതത്തിലൊരു മാറ്റമില്ല, പഴയപടി തന്നെ ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവർക്കുള്ള ഒരു താക്കീതാണ് 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ താക്കീദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. വകം ഖസംനാ, എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്, എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്. മിൻ ഖർയത്തിൻ, നാട്ടിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്. കാനത്ത്, ആ നാട് ആയിരുന്നു ളാലിമതൻ. എന്താ ളാലിമത്ത്? ളുൽമ്, അത് അക്രമം ചെയ്യുന്നതായിരുന്നു. അക്രമം പ്രവർത്തിക്കുന്ന എത്ര നാടുകളെ നാം ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വഅൻശഅനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു. ബഅദഹ, അതിനുശേഷം അഥവാ ആ അക്രമികളായ ആളുകളെ നശിപ്പിച്ച ശേഷം നാം ഉണ്ടാക്കുകയും ചെയ്തു. ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതയെ നാം പിന്നീട് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിൽ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണത്തിൽ കാണാം വകം ഖസംന, അതിലുള്ള വാവ്
വാവുൽ ആതിഫ, അത്ഫിൻ്റെ വാവാണെന്ന് പറയും. അവിൽ ഇസ്തിനാഫ് അല്ലെങ്കിൽ ഇസ്തിനാഫിൻ്റെ വാവാണ്. അത്ഫിൻ്റെ വാവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് ഉപയോഗിക്കൂലേ, ആൻഡ്, ഇതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് അതേപോലെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് പറയാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വാവ്. അത്തരം ഒരു വാവാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ വാവിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇത് ഇസ്തിനാഫിൻ്റെ വാവാണ്. മുമ്പ് ഒരു കാര്യം പറഞ്ഞ് പുതിയൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുന്നോടിയായൊരു വാവിനെ ഉപയോഗിക്കുക എന്നുള്ളത് ഭാഷാപരമായുള്ള ശൈലിയാണ്. ആ ശൈലിയിലുള്ള വാവിനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വകം ഖസംന, കം എന്നുള്ളത് രണ്ട് രൂപത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഇസ്തിഫ്ഹാമിയ എന്ന് പറയും, മറ്റൊന്ന് ഖബരിയ എന്ന് പറയും. കം എന്ന പദത്തിൻ്റെ അർത്ഥം എത്ര എന്നാണ്. എത്ര, എത്ര എന്നുള്ള പദം തന്നെ രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എത്ര എന്നുള്ള പദം രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാം എത്ര പേനയാണ് നിനക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര പേന ഉണ്ടെന്ന് ചോദിക്കുകയാണോ? അല്ല, കുറേ പേന ഉണ്ടാകുമ്പോൾ ഒരു ആശ്ചര്യത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നത് എത്ര പേനയാണ് നിനക്ക്. അവിടെ കം എന്ന് ഉപയോഗിച്ചത് ഒരു ഖബരിയ എന്ന് പറയും, ഒരു ധാരാളമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ കം ഉപയോഗിക്കുന്നത് നമ്മൾ പറയാറുണ്ട് നിനക്ക് എത്ര പേനുണ്ട്, നിനക്ക് എത്ര പേനുണ്ട്. അവിടെ എത്ര പേനുണ്ട് എന്നല്ല, എത്ര പേനുണ്ട്. അപ്പോൾ അയാൾ പറയും എനിക്ക് 2 പേനുണ്ട്. അവിടെ എണ്ണം പറയാൻ വേണ്ടിയിട്ടാണ് കം ഉപയോഗിക്കുന്നത്. അപ്പോൾ കം എന്ന പദം രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഒരു നിശ്ചിതമായ എണ്ണം മറുപടിയായി ലഭിക്കാൻ വേണ്ടിയിട്ട് കം ഉപയോഗിക്കും. കം കലമൻ ഇൻദക്, താങ്കളുടെ അടുക്കൽ എത്ര പേനയുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാം ഇത്ര പേനുണ്ട് എൻ്റെ അടുക്കലും. അത് ആശ്ചര്യമായിട്ട് ഉപയോഗിക്കും. എത്ര പേനകളാണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അതൊരു എണ്ണം മറുപടിയായിട്ട് പറയാനല്ല, മറിച്ച് ധാരാളമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്ത് എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ 20 സ്ഥലങ്ങളിൽ കം എന്ന് ഉപയോഗിച്ചത് കാണാം. ഖുർആനിൽ 20 സ്ഥലങ്ങളിൽ കം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 16 സ്ഥലങ്ങളിലും കം ഖബരിയയാണ്, എന്ന് വെച്ചാൽ ആധിക്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 4 സ്ഥലങ്ങളിൽ മാത്രമാണ് എണ്ണം മറുപടിയായിട്ട് ലഭിക്കാൻ വേണ്ടി കം ഉപയോഗിച്ചിട്ടുള്ളത്. 16 സ്ഥലങ്ങളിലും ഖബരിയായ അഥവാ ആശ്ചര്യത്തെ, ആധിക്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കം ആണ് ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതാണ് അധികം ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ഖബരിയായ കം ആണ്. 4 സ്ഥലങ്ങളിൽ മാത്രം ചോദ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ഖുർആനിൽ കൂടുതലായിട്ട് ഈ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു? എണ്ണം മറുപടിയായി ലഭിക്കാനുള്ളത് 4 എണ്ണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? അതിന് മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ വിശദീകരണം നൽകിയതായി കാണാൻ പറ്റുന്നു. ആധിക്യത്തെ അറിയിക്കാനുള്ള കം അള്ളാഹു ഉപയോഗിച്ചതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര സമൂഹത്തെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, എത്ര നാടുകളെ നാം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ എടുത്തു പറഞ്ഞ് അതിൻ്റെ ആധിക്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹുവിന് ഒരാളുടെ ഒരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി കിട്ടേണ്ടെന്ന് ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് എത്ര എണ്ണമുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടേണ്ടെന്ന ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവൻ. ലാ യഖ്ഫ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശഭൂമികളിൽ ഒരു കാര്യവും അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ തൊട്ട് ഗോപ്യമല്ല. അതുകൊണ്ട് അത് ചോദിക്കേണ്ടെന്ന ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. പിന്നെ എന്തിനാണ് ഈ 4 സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചത്? ഇത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചോദിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു ആയത്ത് നമ്മൾ പലപ്പോഴും പാരായണം ചെയ്യാറുള്ളതാണ്. ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. ഇത് സൂറത്തിലാണ്. മാഷാ അല്ലാഹ്, സൂറത്തുൽ കഹ്ഫിലാണ്. സൂറത്തുൽ കഹ്ഫിലെ 19-ാമത്തെ ആയത്താണ്. ഖാല ഖായിലും മിൻഹും, ഗുഹയിൽ അകപ്പെട്ട ആളുകൾ അവരതിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിന്നെ എന്ത് ചെയ്യാണ്? അവർ
അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, കം ലബിത്തും, എത്രയാണ് നിങ്ങൾ താമസിച്ചത്? ഈ ഗുഹയിൽ എത്രയാണ് നിങ്ങൾ താമസിച്ചത്? എത്രയാണ് താമസിച്ചത് എന്ന് പറഞ്ഞില്ല, മറിച്ച് എത്രയാണ് നിങ്ങൾ താമസിച്ചത്? ഖാലു, അവർ പറഞ്ഞു, അഥവാ ആ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകൾ പറഞ്ഞു, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗമോ അത്രേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ എന്ന് അവർ മറുപടി പറഞ്ഞു. ഇങ്ങനെ ആളുകൾ മറ്റുള്ളവരോട് ചോദിച്ച ചോദ്യങ്ങളെയാണ് കം ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അധികമായും ഉപയോഗിച്ചിട്ടുള്ളത് എത്ര എന്നുള്ള ആധിക്യത്തെ കാണിക്കാനുള്ള കം ആണ് എന്നതും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഖസംന എന്നുള്ള പദപ്രയോഗം, ഖസംന എന്ന് പറഞ്ഞാൽ മഹാന ഇമാം തബരി റഹ്മഹുല്ല വക്കം ഖസംന എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിൽ. ഈ ഖസംന എന്നുള്ളതിനെ ഇമാം തബരി റഹ്മഹുല്ല പറയുന്നത് അൽ ഖസമു അസ്ലുഹു അൽ കസർ. ഖസം എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യാനാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? കസർ, പൊട്ടിച്ച് കളയാൻ, തകർത്ത് കളയാനാണ് അതിൻ്റെ അർത്ഥം. യുഖാലു ഇൻഖസമത് സിന്നുഹു ഇദൻ കസറത്ത്. ഒരാളുടെ പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയും? ഇൻഖസമത് സിന്നുഹു എന്ന് പറയും, അയാളുടെ പല്ല് പൊട്ടി എന്നുള്ളതിന്. അപ്പോൾ പൊട്ടിത്തകർന്ന് പോകുന്നതിന് ഇൻഖസമ എന്ന് പ്രയോഗിക്കാറുണ്ട്. അതേ പദമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അഹ്ലഖ്നാനാണ്. വകം ഖസംന എന്ന് പറഞ്ഞാൽ എത്രയാണ് നാം നശിപ്പിച്ച് കളഞ്ഞത്. കേവലം നശിപ്പിക്കലല്ല, ഉന്മൂലനം ചെയ്യലാണ്, ഇല്ലാതാക്കി കളയലാണ്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുള്ള ആളുകൾക്ക് നേരെ എടുത്തിട്ടുള്ള ആക്ഷൻ. ഇമാം അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ ഈ ഖസംന എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ പറ്റ നശിപ്പിച്ച് കളഞ്ഞു, ഒടിച്ചു മുറിച്ച് കളഞ്ഞു, തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ അതിന് അർത്ഥമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വകം ഖസംന, എത്രയാണ് നാം നശിപ്പിച്ച് കളഞ്ഞത്, എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്, ഇല്ലാതാക്കിയത്. ഈ ഒരു കാര്യം തന്നെ വ്യത്യസ്ത ശൈലികളിൽ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇൻ്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശേഷം എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ച് കളഞ്ഞത്. അതേപോലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 45-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ എന്നിങ്ങനെ ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങളാണ്, എത്ര നാടുകളാണ്, അഹ്ലക്നാഹാ, നാം അവയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം തന്നെ വ്യത്യസ്ത ശൈലികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട്. എന്തിനാണ് ഈ മുൻഗാമികളായ ആളുകളെ നശിപ്പിച്ചതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എടുത്ത് പറയണത്? നമ്മൾ ഈ രൂപത്തിലായി മാറിയാൽ സൂക്ഷിച്ചോളൂ എന്നൊരു മുൻകരുതൽ നൽകുകയാണ്. ഒരു മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഖസമ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് നശിപ്പിച്ച് കളയുക, ഇല്ലാതാക്കുക എന്നൊക്കെ. ഖസമ എന്ന് സീൻ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. ഡിവൈഡ് ചെയ്യുക, വിഭജിച്ച് കൊടുക്കുന്നതിന് ഖസമ എന്ന് പറയും. സ്വാദാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഖസമ എന്ന് സീൻ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ വീതിച്ചു കൊടുത്തു എന്നർത്ഥം. ഖസമ എന്ന സ്വാദ് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ നശിപ്പിച്ചു കളഞ്ഞു, ഉന്മൂലനം ചെയ്തു എന്നർത്ഥം. മാത്രമല്ല വകം ഖസംന, നാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം. നമ്മൾ, നാ എന്നുള്ളത് ശരിക്കൊരു വെർബിൻ്റെ കൂടെ ചേർക്കുന്നത് ബഹുവചനത്തെ അറിയിക്കുന്നതാണ്. ജലസ്ന, ഞങ്ങൾ ഇരുന്നു. ദഹബ്ന, ഞങ്ങൾ പോയി. അങ്ങനെ ബഹുവചനത്തെ സൂചിപ്പിക്കാനാണ് നാ എന്നുള്ള ആ ഒരു ദമീർ ഉപയോഗിക്കാറുള്ളത്. അത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായിട്ടും ഇവിടെ എന്താ പറഞ്ഞത്? ഖസംന, നാം നശിപ്പിച്ചു കളഞ്ഞു, നാം ഉന്മൂലനം ചെയ്തു. ഇത്തരം ശൈലി ഖുർആനിൽ വേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു ഏകനാണെങ്കിലും ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, ഇന്നാ തീർച്ചയായും ഞങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം.
തീർച്ചയായും നമ്മൾ എന്നും പറയാം. ഇന്ന തീർച്ചയായും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ഫതഹ്ന ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിജയം നൽകിയിരിക്കുന്നു. ഇത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്താ പറയുക? തീർച്ചയായും നമ്മൾ, ഇന്ന ഫതഹ്ന ലക തീർച്ചയായും ഞങ്ങൾ, നമ്മൾ താങ്കൾക്ക് വിജയം നൽകിയിരിക്കുന്നു. ഫത്ഹൻ മുബീന വ്യക്തമായൊരു വിജയം. അപ്പോൾ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന ളമീർ അള്ളാഹു ഏകനായിട്ടും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. വേറെയും സ്ഥലത്ത് കാണാം ഇന്നാ നഹ്നു, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് അർത്ഥം. അതൊക്കെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് അത് ചേർത്ത് പറഞ്ഞു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ് അള്ളാഹു ഏകനായിട്ടും ഇങ്ങനെയുള്ള പ്രയോഗം നടത്താനുള്ള കാരണം? ശരിക്ക് രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രമാണികളായ ആളുകളൊക്കെ പറയലോ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്താൽ മതി എന്ന് നാട്ടിലുള്ള പ്രമാണിമാരായ നേതാക്കന്മാരായ ആളുകളൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ പണ്ഡിതന്മാർ പറയാൻ വൽ അഹഖു ബിത്തഅദീമി മിൻ കുല്ലി അഹദിൻ ഹുവല്ലാഹു അസ്സ വജൽ. ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന ഈ പദം ഏകനായ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് തഅദീമിൻ്റെ പേരിലാണ്, അവർക്കുള്ള സ്ഥാനത്തിൻ്റെ പേരിലാണ്. മനുഷ്യന്മാർ പോലും അവർക്കുള്ള സ്ഥാനത്തിൻ്റെ പേരിൽ നമ്മൾ എന്ന് പറയാറുണ്ടെങ്കിൽ അൽ അഹഖു ബിത്തഅദീം ആദരണീയതയ്ക്ക് ഏറ്റവും അർഹനായിട്ടുള്ളവൻ, മിൻ കുല്ലി അഹദ് എല്ലാ ഓരോരുത്തരെക്കാളും ആദരണീയതയ്ക്ക് അർഹനായിട്ടുള്ളവൻ ഹുവല്ലാഹു അസ്സ വജൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് ബഹുവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ളമീർ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം നാം അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചേർത്ത് പറയുമ്പോൾ ഉണ്ടാകുന്നത് അത് തഅദീമിൻ്റെ, മഹത്വത്തിൻ്റെ, ആദരണീയതയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അള്ളാഹു പറഞ്ഞു വകം ഖസംന, എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്. മിൻ ഖർയത്തിൻ, ഖർയത്ത് എന്ന് വെച്ചാൽ ഗ്രാമം, പട്ടണം എന്നൊക്കെ അർത്ഥം കാണാൻ സാധിക്കും. ഇവിടെ ഈ മിൻ എന്ന പദത്തെക്കുറിച്ച് ഭാഷാപരമായി പണ്ഡിതന്മാർ പറയും മിൻ അസായിദ. സായിദ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മിൻ ഇല്ലെങ്കിലും അതിൻ്റെ അർത്ഥം കറക്റ്റാണ്. വകം ഖസംന ഖർയതൻ, എത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ചത്. അപ്പോൾ അവിടെ മിൻ ഇല്ലെങ്കിലും അർത്ഥം ശരിയാവും. ഇത് ഖുർആനല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിലാകുമ്പോൾ അതിനെ മിൻ അസായിദ എന്ന് പറയുന്നു. ഇവിടെ ഈ മിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് വ്യക്തമായ കാരണമുണ്ട്. അതെന്താ? ഈ മിൻ ഇല്ലെങ്കിലും ഇവിടെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്ഥാനത്ത് ഈ മിൻ വരുമ്പോൾ ഈ പറയുന്ന കാര്യം ഒന്നുകൂടെ തീർച്ചപ്പെടുത്തലാണ്, തൗക്കീദിന് വേണ്ടി, ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ മിന്നിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വകം ഖസംന മിൻ ഖർയത്തിൻ, എത്ര ഗ്രാമങ്ങളെ, എത്ര നാടുകളെ, എത്ര പട്ടണങ്ങളെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, നാം ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളതിൻ്റെ മറുപടി പറയാൻ വേണ്ടിയല്ല, മറിച്ച് എത്ര സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, ധാരാളം സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരമൊരു പദപ്രയോഗം നടത്തിയതും അതിൽ മിൻ എന്ന് കൂട്ടിച്ചേർത്തപ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുക എന്നതുകൂടെ ഭാഷാപരമായി ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാൻ. മിൻ ഖർയത്തിൻ, ഖർയത്ത് എന്നുള്ളത് ശരിക്ക് ഗ്രാമം എന്നും പട്ടണം എന്നുമൊക്കെ അതിന് അർത്ഥം പറയാറുണ്ട്. ഖർയത്ത് എന്നതിനെ മദീനത്ത് എന്ന പദത്തിൻ്റെ വിപരീതമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഖർയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. പട്ടണം എന്നും പറയാറുണ്ട്. പട്ടണത്തിന് ശരിക്ക് അറബി ഭാഷയിൽ പറയാ മദീന എന്നാണ്. മദീന പട്ടണം, ഖർയത്ത് ഗ്രാമം, അങ്ങനെയാണ് പൊതുവെ ഉപയോഗിക്കുക. എന്നാൽ ഖർയത്ത് എന്നതിന് പട്ടണം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഉമ്മുൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവ്. ഏതാണ് ഉമ്മുൽ ഖുറ? മക്കയെക്കുറിച്ച് പറയുന്നതാണ് ഉമ്മുൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവ്. അവിടെ ഖുറ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങൾ എന്നാണ്
അർത്ഥം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖറിയത്ത് എന്നതിനെ ഗ്രാമം എന്നുള്ള അർത്ഥത്തിലും പട്ടണം എന്നുള്ള അർത്ഥത്തിലും നാടൻ പ്രദേശം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. മദീന എന്നതിൻ്റെ വിപരീതമായിട്ടും അത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഖറിയ എന്നതൊരു വെർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഖറിയത്ത് എന്ന് പറഞ്ഞ ഗ്രാമം, അതൊരു നൗണാണ്, ഒരു ഇസ്മാണ്, ഒരു നാമമാണ്. എന്നാൽ ഖറിയ എന്ന പദത്തെ വെർബായിട്ടും ഉപയോഗിക്കാറുണ്ടെന്നാണ്. ഖറിയ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നാണ് അർത്ഥം. ഖറിയ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. ഗ്രാമങ്ങളിലാണെങ്കിലും പട്ടണങ്ങളിലാണെങ്കിലും ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കാരണത്താൽ ആ പ്രദേശത്തിന് ഖറിയത്ത് എന്നുള്ള പേര് നിശ്ചയിക്കപ്പെട്ടു എന്ന് ഭാഷാ പണ്ഡിതന്മാർ ഈ പദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് തരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എത്രയെത്ര ഗ്രാമങ്ങളെ, എത്രയെത്ര പട്ടണങ്ങളെ, എത്ര നാടുകളെ നാം നശിപ്പിച്ചു കളഞ്ഞു, നാം ഉന്മൂലനം ചെയ്തു, നാം ഇല്ലാതാക്കി, ഒടിച്ചു മുറിച്ച് കളഞ്ഞു. എന്താ കാരണം? അതാണ് തുടർന്ന് പറഞ്ഞത്, കാനത്ത് ളാലിമ, കാനത്ത് ളാലിമതൻ, കാനത്ത് ആ ഗ്രാമം അല്ലെങ്കിൽ ആ പട്ടണമായിരുന്നു, ളാലിമതൻ അക്രമം പ്രവർത്തിക്കുന്നതായിരുന്നു. അക്രമം പ്രവർത്തിക്കുന്നതായിരുന്നു. ഗ്രാമം അക്രമം പ്രവർത്തിക്കുമോ? ഒരു പട്ടണം അതിക്രമം പ്രവർത്തിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പട്ടണം അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറയാനുള്ള കാരണം? അതും ഭാഷാപരമായ ഒരു ശൈലിയാണ്. ഇവിടെ കാനത്ത് ളാലിമതൻ, ആ പട്ടണം അതിക്രമം പ്രവർത്തിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഐ കാഫിറതൻ, അതായത് ആ പട്ടണം കാഫിറായിരുന്നു, നിഷേധിക്കുന്നവരായിരുന്നു, ളുൽമ് ചെയ്യുന്നവരായിരുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ളുൽമ്? ഏറ്റവും വലിയ ളുൽമാണ്. അതേതാ? ഇന്ന ശിർക ലളുൽമുൻ അദീം, ഏറ്റവും വലിയ ളുൽമായ ശിർക്ക് ചെയ്യുന്നതായിരുന്നു ആ നാട്. ആ നാട് അങ്ങനെയായിരുന്നു. ശിർക്ക് ഏറ്റവും വലിയ പാപമാണ്, അതാണ് ഏറ്റവും വലിയ അക്രമമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ശരിക്കും അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമം തെറ്റിക്കലാണ്. അറബി ഭാഷയിൽ അക്രമത്തിന് പറയാറുള്ളത് വദ്ഉ ശൈഇ ഫി ഗൈരി മൗദിഇഹി, ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനാണ് ളുൽമ് എന്ന് പറയുക. അപ്പം ഈമാനിനെ സ്ഥാപിക്കേണ്ട സ്ഥാനത്ത് ഇവർ കുഫ്റിനെ സ്ഥാപിച്ചു, തൗഹീദിനെ സ്ഥാപിക്കേണ്ട സ്ഥാനത്ത് ഇവർ ശിർക്കിനെ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഇവർ ചെയ്തത് ളുൽമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. എന്താണ്? ഈ ഗ്രാമത്തെക്കുറിച്ച് അള്ളാഹു അക്രമം ചെയ്യുന്ന ഗ്രാമം എന്ന് പറയാൻ കാരണം അത് ഭാഷാപരമായ പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏതാ? പള്ളിയാണ്. മസാജിദുഹ, പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? എന്താ പറഞ്ഞത്? മാർക്കറ്റാണ്. ആ മാർക്കറ്റിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതും പള്ളി ഉണ്ടാക്കിയതും ഒരേ കടയിൽ നിന്ന് സിമെൻറ്റുകൾ വാങ്ങിയിട്ടാവാം, ഒരേ കോറിയിൽ നിന്ന് കല്ലുകൾ വാങ്ങിയിട്ടാവാം, ഒരേ ആളുകളായിരിക്കാം, അതിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവാം. പിന്നെ പള്ളി അള്ളാഹുവിന് പ്രിയപ്പെട്ടതും അങ്ങാടികൾ അള്ളാഹുവിന് അരോചകമുള്ളതുമായി തീർന്നത് എന്തുകൊണ്ട്? അവിടെയാണ് മനസ്സിലാകുന്നത്, നന്മ നടക്കുന്ന സ്ഥലങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, തെറ്റായ പ്രവർത്തനങ്ങൾ നടക്കുന്ന, മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയായി മാറാനുള്ള കാരണം ഇതിലെ കെട്ടിടത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, ഇവിടെ മിമ്പറുണ്ടായത് കൊണ്ടല്ല, ഇവിടെ AC ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് നന്മ നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളി എന്ന് പറയാൻ കാരണം അവിടെ നന്മ നടക്കും എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള സ്ഥലം അങ്ങാടി എന്ന് പറയാൻ കാരണം അവിടെ പല തിന്മകളും നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വഹിയ ളാലിമ എന്ന് ഈ ഗ്രാമത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം എന്താ? ആ ഗ്രാമത്തിൽ പല തിന്മകളും നടക്കുന്നു, പല അക്രമങ്ങളും നടക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്, ശിർക്കിനെ കുറിച്ചാണ്. അങ്ങേയറ്റം ഗൗരവകരമായ ശിർക്ക് അവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല,
ഒരു പ്രദേശത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആ പ്രദേശത്തെ പറയുക എന്നതും ഭാഷാപരമായുള്ള ശൈലിയാണ്. ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസ്അലിൽ ഖറിയതല്ലതി കുന്നാ ഫീഹാ, നമ്മൾ ഏതൊരു ഗ്രാമത്തിലായിരുന്നു ആ ഗ്രാമത്തോട് താങ്കൾ ചോദിച്ചു നോക്കുക. ആ ഗ്രാമത്തോട് താങ്കൾ ചോദിച്ചു നോക്കുക. ഗ്രാമത്തോട് പോയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഗ്രാമത്തിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക എന്നാണ്. അപ്പോൾ ആളുകളെ ഉദ്ദേശിച്ച് സ്ഥലങ്ങളെ പറയുക എന്നുള്ളത് ഭാഷാപരമായ ശൈലിയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ശൈലികൾ ഉപയോഗിക്കാൻ കാരണം? ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ അറബികൾ ഉപയോഗിക്കുന്ന ശൈലിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചു. അതുകൊണ്ട് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ശൈലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്രമികളായി ജീവിച്ചതിൻ്റെ പേരിൽ, ശിർക്കും കുഫറും ജീവിതത്തിൽ കൊണ്ടു നടന്നതിൻ്റെ പേരിൽ എത്ര സമൂഹങ്ങളെയാണ്, എത്ര നാടുകളെയാണ് നാം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുക, വഅൻശഅനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, ബഅദഹ, അതിന് ശേഷം, ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനവിഭാഗത്തെ. വഅൻശഅനാ, അൻശഅ എന്ന് വെച്ചാൽ ഉണ്ടാക്കി എന്നർത്ഥം. അൻശഅ ഉണ്ടാക്കി, യുൻശിഉ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കും. ഇൻഷാ എന്ന് വെച്ചാൽ ക്രിയേഷൻ എന്നർത്ഥം, ഉണ്ടാക്കൽ എന്നാണ് ഇൻഷാ. ഇൻഷാ നമ്മൾ ആ പദത്തെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ചില ആളുകൾ ഇൻഷാ അല്ലാ എന്ന് എഴുതുമ്പോൾ അത് തെറ്റായ രൂപത്തിൽ എഴുതാറുണ്ട്. ഇൻഷാ അല്ലാ എന്നാണ് എഴുതേണ്ടത്. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ചില ആളുകൾ എന്ത് എഴുതാറുണ്ട്? ഇൻഷാ അല്ലാ. ഇത് രണ്ടും വായിക്കുക ഇൻഷാ അല്ലാ എന്നാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുകളിൽ എഴുതിയതിൻ്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ്. ഇങ്ങനെ എഴുതിയാൽ അള്ളാഹുവിൻ്റെ ക്രിയേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ, അൻഷഅ യുൻഷിഉ ഇൻഷാ. ആ പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇൻഷാ, ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർമ്മാണം, അള്ളാഹുവിൻ്റെ ഉണ്ടാക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ എന്ന് എഴുതുമ്പോൾ ഇൻ വേറെ, ഷാ വേറെ, അല്ല വേറെയാണ്. ചില ആളുകൾ ചില ഓട്ടോയിലും മറ്റൊക്കെ വാഹനത്തിലൊക്കെ എഴുതി വെച്ച് കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാവും, ഇൻഷാ പിന്നെ അല്ലാ. ഇതിലെന്താ പ്രശ്നം? ഹംസ പോയി. ഇൻഷാ അല്ലാ, ഇതും ഇൻഷാ അല്ലാ തന്നെ വായിക്കുക. ഇൻഷാ അല്ലാ എന്നതും വായിക്കുക. പക്ഷേ ശരിയായിട്ടില്ല. ഇവിടെ ഹംസ കൂടെ ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാ. ചിലപ്പോൾ ഇവിടെ എഴുതും, കുഴപ്പമില്ല. ഹംസ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപമാവുകയുള്ളൂ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ കാര്യം, ഇൻഷാ അല്ലാ നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ നൂനും ഷീനും കൂട്ടി എഴുതരുത്. കാരണം എന്നുള്ളത് ഒരു പദമാണ്, ഷാ വേറെ പദമാണ്, അല്ലാ എന്നുള്ളത് വേറെ പദമാണ്. അത് നമ്മൾ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോവും. അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളൊക്കെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅൻശഅനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, ബഅദഹ, അതിന് ശേഷം. അഥവാ ഈ ഒരു സമൂഹത്തെ, അക്രമികളായി ജീവിച്ചിരുന്ന ഈ ഒരു സമൂഹത്തെ നാം നശിപ്പിച്ചു കളഞ്ഞു, നാം ഉന്മൂലനം ചെയ്തു, നാം ഇല്ലാതാക്കി. എത്ര സമൂഹത്തെ? കം ഖസംന, എത്ര സമൂഹത്തെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. വഅൻശഅനാ ബഅദഹ, അതിന് ശേഷം നാം ഉണ്ടാക്കുകയും ചെയ്തു, ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനവിഭാഗത്തെ. അപ്പോൾ ഓരോ തലമുറകളും നമ്മൾ നോക്കുകയാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവരൊക്കെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു.
അല്ലാത്തവരെയൊക്കെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ആദ് സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും ഫിർഔനിൻ്റെ അനുയായികളെയും ശുഐബ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെയും ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരിൽ അവിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ മുഴുവനും നാം ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അവരെ നാം ഉന്മൂലനം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തിനാ? അവരെ നാം വെറുതെ ചെയ്തതല്ല, അങ്ങനെ മറിച്ച് വഹിയ ളാലിമ, അവർ അക്രമികളായി ജീവിച്ചതിൻ്റെ പേരിൽ സൃഷ്ടാവിനോട് നന്ദി കാണിച്ച് ജീവിക്കേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് റബ്ബിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ അവരെ നാം പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കാൻ. അതാണ് വകം ഖസംന, എത്രയാണ് നാം ഉന്മൂലനം ചെയ്തത്, മിൻ ഖറിയത്തിൻ, ഗ്രാമങ്ങൾ പട്ടണങ്ങളെ, കാനത് ളാലിമ, അവർ അഥവാ ഗ്രാമത്തിൽ പട്ടണത്തിലുള്ളവർ അക്രമികളായിരുന്നു, യഥാർത്ഥ ക്രമമനുസരിച്ച് ജീവിച്ചവരല്ല. വഅൻശഅനാ ബഅദഹാ, ആ തലമുറകളെ നശിപ്പിച്ച ശേഷം നാം ഉണ്ടാക്കുകയും ചെയ്തു ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനവിഭാഗത്തെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അന്ത്യദിനം വരെയുള്ള ജനങ്ങളെ അറിയിക്കുന്നത് എന്തിനാ? അവർ അക്രമികളായപ്പോൾ അവരെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതേ അള്ളാഹുവിനെയാണ് നമ്മളും വഴിപ്പെട്ട് ജീവിക്കേണ്ടത്. അതേ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ജീവിതത്തെ വേണ്ട രൂപത്തിൽ ക്രമീകരിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ റബ്ബിൻ്റെ ശിക്ഷ നമ്മളും ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസായ മക്കയിലുണ്ടായിരുന്ന നിഷേധികളായ ആളുകൾക്ക് മാത്രം ബാധകമായതല്ല. അള്ളാഹുവിൻ്റെ ഈ സംസാരം അന്ത്യദിനം വരെയുള്ള ജനങ്ങളോടാണ്. റബ്ബിൻ്റെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം അക്രമിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, കണ്ണ് നൽകിയ റബ്ബിനോട് കണ്ണുകൊണ്ട് നന്ദി കാണിക്കാതെ, കാല് നൽകിയ റബ്ബിനോട് കാലുകൊണ്ട് നന്ദി കാണിക്കാതെ, നാവ് നൽകിയ റബ്ബിനോട് നാവ് കൊണ്ട് നന്ദി കാണിക്കാതെ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും റബ്ബ് നൽകിയതാണെങ്കിൽ അതിനൊക്കെയും റബ്ബിനോട് നന്ദി കാണിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, മുൻഗാമികളായ ആളുകൾ അക്രമം ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോൾ അവരെ നാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ടുണ്ട് എന്നുള്ള വാണിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിൻ്റെ 42-ാമത്തെ വചനത്തിലൊരു കാര്യം അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തു ഇബ്രാഹീമിൻ്റെ 42-ാമത്തെ വചനത്തിൽ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ വലാ തഹ്സബന്നല്ലാഹ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുക തന്നെ വേണ്ട. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുക തന്നെ വേണ്ട. എന്ത്? ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായി ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ചിട്ടകൾ പാലിക്കാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നമ്മോടല്ല പറയാൻ, നമ്മൾ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല എങ്കിൽ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മൾ ഒരുപോലെയല്ല എങ്കിൽ, ആളുകൾക്കിടയിലും തനിച്ചാകുമ്പോഴും നമ്മൾ വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിൽ, രാത്രിയിലും പകലിലും നമ്മൾ ഒരുപോലെയല്ലെങ്കിൽ, നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെയല്ലെങ്കിൽ, അള്ളാഹു നമ്മോടടക്കം പറയാൻ, ഇത്തരം അക്രമികളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു നോക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നേ ദിവസം അവരെ പിടിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ശക്തമായ താക്കീത് ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിൽ പല ശൈലികളിൽ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ നമ്മെ ഉണർത്താൻ വേണ്ടിയാണ്, നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്, നമ്മെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാകണം. നമ്മുടെ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. അവശേഷിക്കുന്ന ജീവിതത്തിൻ്റെ സമയം എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇനിയും എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കും? മാതാവിൻ്റെ, പിതാവിൻ്റെ,
ഭാര്യയുടെ, മക്കളുടെ, സുഹൃത്തുക്കളുടെ കൂടെ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും പറയാനാവില്ല. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച സമയം വരും മുമ്പേ മുൻഗാമികളെ നശിപ്പിച്ചതിൻ്റെ മുന്നറിയിപ്പ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടും അത്തരം ആളുകളിൽ പെടാതെ രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല എങ്കിൽ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും അതെന്ന് തിരിച്ചറിയാനും നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് റബ്ബിനോട് നന്ദി കാണിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും സത്താവ് നമ്മോട് നടത്തുന്ന സംസാരമാണ് എന്ന തിരിച്ചറിവോടെ അതിൻ്റെ വചനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്യാതെ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താതെ, അതിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താതെ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് അംഗീകരിക്കാതെ ഒക്കെയുള്ള ജീവിതം ഖുർആൻ അവഗണിക്കലാണെങ്കിൽ അത്തരം ആളുകൾക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമുണ്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ അതിലൊന്നും പെടാതെ റബ്ബിൻ്റെ തൃപ്തി നേടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് പറ്റണം. അതിന് ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ അള്ളാഹു എനിക്ക് നൽകുന്ന സന്ദേശമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ആയത്തൊന്ന് പാരായണം ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وكم قصمنا من قرية كانت ظالمة ظالمة എന്ന് പറയില്ല, നിർത്തുമ്പോൾ ظالمة ഒരു ഹായിൻ്റെ ശബ്ദം കൊടുത്തിട്ട് നിർത്തുക. ظالمة كانت ظالمة وأنشأنا بعدها قوما آخرين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.